റെയിൻഫാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. റെയിൻഫാൾ റെയിൽവേ സ്റ്റേഷനാണിത്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ട്രാക്ക് കണ്ടില്ലേ, വളഞ്ഞ് കിടക്കുകയാണ്. താഴെ ഒരു വാട്ടർഫാൾ ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. റെയിൻഫാൾ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അവിടെ സ്വിറ്റ്സർലാൻഡിൻ്റെ പതാകയൊക്കെ ഉള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ കുറച്ച് ചർച്ചസ്, പിന്നെ കുറച്ച് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഓവർ ഹെഡ് ലൈൻസ് ഒക്കെ ഉള്ള ഒരു സൂപ്പറായിട്ട് എന്താ പറയുക നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടില്ലേ, ഏതോ നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു വാച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ. അതൊക്കെ ഭയങ്കര ക്ലാസിക്കാണ് കേട്ടോ. ക്ലാസിക് 6 എന്ന് പറയാനുള്ള വാച്ചിൻ്റെ ഭയങ്കര ഇതാണ് അറിഞ്ഞൂടെ. അപ്പോൾ നമ്മൾ ഈ റെയിൽവേ പാളത്തിൻ്റെ അടിയിൽ കൂടി ഇറങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ നോക്കുവാണ് എങ്ങോട്ടായിട്ട് പോണേന്ന്. അപ്പോൾ ഇത് റെയിൽവേ പാളത്തിൻ്റെ അടിയിൽ കൂടി. അപ്പോൾ നമുക്കിതിലെ അകത്തുകൂടി പോവാം. ഫ്രൂട്ട്സ് വയ്ക്കുന്നുണ്ടോ? കണ്ടോ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്നുണ്ടോ? ഏയ് കെയർഫുൾ. റെയിൽവേ സ്റ്റേഷൻ മേളിലും അടിയിൽ കൂടി നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ സ്വിറ്റ്സർലൻഡിലെ ട്രെയിൻ എന്താ നിർത്തുന്നത് കണ്ടോ മേളിൽ. താഴെ ഇതിൻ്റെ പേരെന്താ സോലി? നമ്മുടെ നാട്ടിൽ ഇത് പ്രൊട്ടക്ട് ചെയ്ത ആടാണല്ലേ. സ്വിറ്റ്സർലൻഡിലെ ആടിൻ്റെ കൊമ്പിൻ്റെ നീളം കണ്ടോ. ഗോഡ്സ് ഫോർ ലാൻഡ്സ്കേപ്പ് കെയർ അറ്റ് ദ റെയിൻഫാൾ. കേട്ടോ ഗോഡ്സ് ഈറ്റ് ദ ബുഷസ് ആൻഡ് ദെയർഫോർ എനേബിൾ യു എ ഓപ്പൺ ആൻഡ് വണ്ടർഫുൾ യു ഓൺ ദി റെയിൻഫാൾ. അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ വളർത്തുന്നത് കേട്ടോ. ഈ ലാൻഡ്സ്കേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിനെ വളർത്തുന്നത് അല്ലേ? എന്താ സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ വ്യൂ ആണിത്. റെയിൻഫാൾ അങ്ങുണ്ടോ 13 കണ്ടറ പാലം പോലൊരു പാലം അല്ലേ. ഇതിവിടെ ഒരു ഐലൻഡ് പോലൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഗോട്ടിനെയൊക്കെ കണ്ടോ, ഗോട്ട് വരെ ആടുകൾ. അവിടെ നല്ല ഡീപ്പായിരിക്കും. അപ്പോൾ ബാക്കിൽ കാണുന്ന റെയിൻ വാട്ടർഫാൾസിലാണ്. ഇവള് ഭയങ്കര നിലവിളിയായിരുന്നു. നമുക്ക് എന്തോ മേടിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞു. കയറാൻ വേണ്ടിയിട്ട് ആ പാലത്തിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള ലിഫ്റ്റാണിത് കേട്ടോ. ആ ലിഫ്റ്റ് ഇറങ്ങിയത് അടുത്ത പാലത്തിന് അടുത്ത ലിഫ്റ്റ്, അങ്ങനെ തട്ടായിട്ടാണ് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി മനോഹരമായ പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ നമുക്ക് ഒന്ന് പോകാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ സന്ധ്യയായി, പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ നോക്കാം. ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയത് ഇതിലേ കൂടി താഴെ വരാം. കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഈ പാലത്തിൽ കൂടി വീണ്ടും പോയിട്ട് അടുത്ത ലിഫ്റ്റ് ഇറങ്ങിയിട്ട് പിന്നെയും താഴോട്ട് പോകാം. അത് അടിപൊളിയാണ്, മനോഹരമാണ് വ്യൂകൾ. നമുക്ക് ഈ ലിഫ്റ്റിൽ കയറി നോക്കാം. അവിടെ ഉണ്ടല്ലേ പാലം. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാലോ ഇവിടുന്ന്? അതല്ല 5-6 രൂപ ഫ്രാങ്കല്ലേ ആകത്തുള്ളൂ. എന്തൊരു സ്പീഡാ. നമ്മള് ആ പാലത്തിൽ താഴോട്ട് പോവാണ് അതിനകത്ത് പോയി. എന്ത് ടെക്നോളജി അല്ലേ. ആ പറയുന്ന മലയുടെ താഴെ വന്നു. ഈ നിനക്ക് നടന്നു പോയാൽ അതോ തീരവും പുഴയും ഒക്കെ കാണാം. മേളിൽ നിന്ന് ട്രെയിൻ പോകുന്ന കാഴ്ച എപ്പോഴും കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതോ അവിടെ ആ പാലത്തിൽ കൂടി പോകുന്നോണ്ട് ആ പാലത്തിൽ കൂടി പോകും. അതോ സൂപ്പർ. ഈ മരങ്ങളൊക്കെ നോക്ക്. സ്വിറ്റ്സർലൻഡിലെ ഇതിന്റെ പേരെന്തായിരുന്നു? റെയിൻഫാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആ റെയിൻഫാളിൻ്റെ ആ ഒരു കുത്തൊഴുക്ക് ശക്തമായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനറിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, മേലിലൂടെ ട്രെയിൻ പോകുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും.
ഇത് അവിടെ ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സ്വിറ്റ്സർലാൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഇത്രയും മനോഹാരിത എന്ന് പറയുന്നത് ഞാൻ വളരെ എങ്ങും ആസ്വദിച്ചിട്ടില്ല. സാലിതോ ട്രെയിൻ തോ അപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ടോ? നമുക്ക് വേണമെങ്കിൽ നാളെ എങ്ങനെ എന്തൊരു ശക്തി. അവിടെ ആ മിസ്റ്റൊക്കെ നടക്കുന്നുണ്ടോ? ആ ഏറ്റവും മേലിൽ പോകാൻ പറ്റും നോക്കാം. അറ്റം എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചോ? അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അവിടെ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. പക്ഷേ ഒരു കുപ്പി ഇരിക്കുന്നുണ്ട്. എന്തൊരു വലുതാന്ന് നോക്കേ. ആ വീടിൻ്റെ എത്ര ഉണ്ട് ആ ഒരു കുപ്പിയുടെ ഹൈറ്റ്? Beware pickpocketers, Sally. നോക്കേ ഇങ്ങോട്ടേക്ക്. പിന്നെ In 2.5 kilometers, take exit 9 on the right toward Waterfalls. ഫ്ലൈറ്റ് പോന്ന ട്രെയിൻ നമുക്ക് സ്റ്റോപ്പാ. സ്വിസിന്റെ ഫ്ലൈറ്റ് കിടക്കുന്ന അവിടെ.
ഇത്ര നീളമല്ലേ? അതുകൊണ്ട് എത്ര കോച്ചാന്ന് ഇവിടുന്ന് എല്ലാം പോകുന്നുണ്ട്. ഇടയ്ക്കിടി ബസ് ഇതാണ്ട് അടുത്ത ട്രാമിൻ്റെ ആണ്. എന്താ ട്രാമ വരുമ്പോഴേ ആക്ച്വലി സിഗ്നൽ ആവുന്നുള്ള അവിടെ അല്ലേ? എവിടെ കിടക്കും നടുക്ക്. അങ്ങനെ സ്വിറ്റ്സർലാൻഡ് മൊത്തത്തിലൊന്ന് കറങ്ങിയാണ് അല്ലേ രാത്രി? അത് അങ്ങോട്ടായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് കൊണ്ട് ട്രെയിൻ ആയിരിക്കും. ടൊയോട്ടയുടെ വർക്കിലും ഓടിച്ചത് അതല്ലേ? സൈഡിൽ കൂടി വരുന്നുണ്ടോ? അടിപൊളി ഉണ്ട്. റെഡല്ലേ നമുക്ക്? നമ്മൾ ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് സോറി എവിടെ പുറകിലുണ്ടോ? In 400 meters, turn right onto Traumstrasse. Then take the first right. ട്രാമിന് പോകാനുള്ളതാണോ?